ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. പരമാത്മ ചൈതന്യം ജീവനിൽ പ്രകാശിക്കണേ എന്നാണ് 62ാമത്തെ ശ്ലോകത്തിൽ കവി പ്രാർത്ഥിക്കുന്നത്. ഹരനും വിരിഞ്ചനും ഇതമരാധിനായകനും അറിയുന്നതില്ല തവ മറിമായ തന്മഹിമ. അറിവായി മുതൽ കരളിൽ ഒരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ. നാം എല്ലാം മായയ്ക്ക് അധീനരാണ്. ജീവൻ പരമാത്മാവിൽ പൂർണ്ണമായി ലയിക്കണമെങ്കിൽ ഈ മായാബന്ധനത്തിൽ നിന്ന് മോചിതരാവണം. എന്തിനേറെ പറയുന്നു, ശിവൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ എന്നിവർ പോലും ത്രിഗുണങ്ങൾക്ക് വിധേയരും, അതുകൊണ്ട് തന്നെ മായയ്ക്ക് അധീനരുമാണ്. ഇവർ മായയിൽപ്പെട്ട് വലഞ്ഞ പല സംഭവങ്ങളും പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചപ്പോൾ ഗോപബാലന്മാരുമൊത്ത് പശുക്കുട്ടികളെ മേച്ചു നടന്ന സമയത്ത് ബ്രഹ്മാവ് മായ പ്രയോഗിച്ച് ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും മറച്ചു. കൃഷ്ണൻ തൻ്റെ മായാശക്തിയാൽ വേറെ പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും സൃഷ്ടിച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിലിരുന്നു. മാത്രമല്ല, പുതിയൊരു ബ്രഹ്മാവിനെ കൂടി സൃഷ്ടിച്ച് ബ്രഹ്മാവിനെ പരിഭ്രാന്തനാക്കി. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവനും പലപ്പോഴും മായാബദ്ധനായിട്ടുണ്ട്. മോഹിനി രൂപം പൂണ്ട വിഷ്ണുവിനെ കണ്ട് ശിവൻ മോഹിച്ചത് തന്നെ അതിനുള്ള തെളിവാണ്. ഇന്ദ്രൻ മായാബദ്ധനായി തീർന്ന സംഭവങ്ങളും പുരാണങ്ങളിൽ പ്രസിദ്ധമായിട്ടുണ്ട്. ദേവന്മാരായ ഇവർ പോലും മഹാമായയുടെ മഹിമ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ളവരല്ല. അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് മഹാമായയുടെ മഹാത്മ്യം. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളറയിൽ ജ്ഞാനസ്വരൂപമായി തെളിഞ്ഞരുളുന്ന പരമാത്മാവിനോട് മായാധീനമായ അവസ്ഥയിൽ നിന്ന് ജീവനെ മോചിപ്പിച്ച് ഈ ജീവനിൽ പ്രകാശിക്കണേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഹരനും വിരിഞ്ചനുമിതമരാധിനായകനും അറിയുന്നതില്ല തവ മറിമായ തന്മഹിമ. അറിവായി മുതൽ കരളിൽ ഒരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണ.